മലയാള ലോകം ഒന്നടങ്കം ഒരു മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റാർക്കും വേണ്ടിയല്ല, മമ്മൂട്ടിക്ക് വേണ്ടിയാണ്. മമ്മൂട്ടിയുടെ തിരിച്ചുവരവിന് വേണ്ടി അത്രത്തോളം കാത്തിരുന്നിരുന്നു മോളിവുഡ്. അദ്ദേഹമില്ലാതെ എങ്ങനെയാണ് ഈ മോളിവുഡ് പൂർണ്ണമാവുന്നത്? അത്ര പെട്ടെന്നൊന്നും മോളിവുഡിനെ മറക്കാൻ നമ്മുടെ താരരാജാവിനും സാധിക്കില്ലല്ലോ. അങ്ങനെ ഇതാ മെഗാസ്റ്റാർ തിരിച്ചു വന്നിരിക്കുകയാണ്. 5 മാസം നീണ്ടുനിന്ന ഒരു അജ്ഞാതവാസത്തിനു ശേഷം മമ്മൂട്ടി തിരികെ വന്നപ്പോൾ ഏറെ സന്തോഷത്തോടെ മലയാളികൾ ഒന്നോടെ പറയുന്നു, മമ്മൂക്ക തിരിച്ചു വരുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു എന്ന്. സിനിമയെ ജീവവായുവാക്കി കൊണ്ടു നടന്നിരുന്ന മമ്മൂട്ടിക്ക് ഈ 5 മാസക്കാലം വളരെ നിർണായകമായിരുന്നു. ഛർദിയും ക്ഷീണവുമായിരുന്നു ഈ രോഗത്തിന്റെ ഒരു സിംബൽ എന്ന് പറയാം. തളർച്ച വന്നതോടെയാണ് മാസം മുൻപേ മമ്മൂട്ടിക്ക് ക്യാൻസർ ആണ് എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നത്. ഭക്ഷണകാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുന്ന മമ്മൂക്ക തന്റെ അടുത്ത ആളുകളെ പോലും ആ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കാൻ മിടുക്കനായിരുന്നു എന്നതാണ് സത്യം. സഹതാരങ്ങളോട് പോലും ആവശ്യമില്ലാതെ ഭക്ഷണം കഴിക്കരുതെന്നും ഡയറ്റ് ചെയ്യണമെന്നും ഒക്കെ പറയുന്ന മമ്മൂക്കയ്ക്ക് ഒരിക്കലും ഭക്ഷണം കഴിച്ചതിന്റെ പേരിൽ ഒരു ഛർദി ഉണ്ടാവില്ലെന്ന് അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഡോക്ടറെ കാണുന്നത്. പിന്നാലെയാണ് CT സ്കാനും എൻഡോസ്കോപ്പിയും ബയോപ്സിയും ഒക്കെ നടത്തുന്നത്. ഈ റിസൾട്ടുകൾ വന്നപ്പോഴാണ് കൊളോണൽ ക്യാൻസറിന്റെ തുടക്കത്തിലാണ് മമ്മൂട്ടി എന്ന് ഡോക്ടർമാർ പറയുന്നത്. ഇതറിഞ്ഞതോടെ മലയാള സിനിമ സ്തംഭിച്ചു എന്ന് പറയുന്നതാണ് സത്യം. പ്രിയപ്പെട്ട ഇച്ചാക്കയ്ക്ക് വേണ്ടി ആദ്യം വഴിപാടുമായി എത്തിയത് മോഹൻലാലാണ്. ശബരിമലയിലെത്തി ഇച്ചാക്കയുടെ പേരിൽ വഴിപാട് കഴിച്ച മോഹൻലാൽ വളരെ വേഗം തന്നെ ശ്രദ്ധ നേടിയിരുന്നു. അതേ തുടർന്നാണ് മമ്മൂട്ടിക്ക് രോഗമുണ്ട് എന്ന് സ്ഥിരീകരിക്കപ്പെടുന്നത്. തുടർന്നങ്ങോട്ട് മമ്മൂട്ടി ആരും കണ്ടില്ല. എല്ലാ മാസവും തന്റെ പുതിയ ലുക്കിലുള്ള ചിത്രങ്ങൾ പുറത്തുവിടുന്ന മമ്മൂട്ടി പിന്നീട് ആരുടെയും മുൻപിൽ വന്നില്ല. അദ്ദേഹം എവിടെ? 4-5 മാസക്കാലം മോളിവുഡ് സിനിമാ ലോകത്തു നിന്ന് മാറി നിൽക്കാൻ സിനിമയെ അത്രത്തോളം സ്നേഹിച്ചൊരു മനുഷ്യന് സാധിക്കുമോ? മലയാളികളെല്ലാം വളരെ മോശകരമായ രീതിയിൽ മിസ് ചെയ്ത കുറച്ചു മാസങ്ങൾ. അതിനുശേഷമാണ് മമ്മൂക്കയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് എല്ലാവരും തിരക്കുന്നത്. ചെന്നൈയിലെ അപ്പോളോയിലെ അതിവിദഗ്ധനായ ഒരു കാർഡിയാക് സർജനാണ് മമ്മൂക്കയുടെ മരുമകനായ ഡോക്ടർ മുഹമ്മദ് റഹാൻ സയ്യിദ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു പ്രോട്ടോൺ തെറാപ്പി എന്ന ഒരു നൂതന ചികിത്സാ രീതി മമ്മൂട്ടിക്ക് വേണ്ടി പരീക്ഷിക്കുന്നത്. ആ ചികിത്സാ രീതി ഫലം കണ്ടതിന്റെ ആർമാദത്തിലാണ് ഇന്ന് മലയാള സിനിമാ ലോകം. ഇപ്പോഴിതാ റിസൾട്ട് വന്നപ്പോൾ നമുക്ക് പൂർണ്ണ ആരോഗ്യവാനായിരിക്കുന്നു. വീണ്ടും തിരിച്ച് ഷൂട്ടിംഗിൽ റീജോയിൻ ചെയ്തിരിക്കുന്നു. ഇതിനു വേണ്ടിയല്ലേ മെഗാസ്റ്റാറെ ഈ മലയാളക്കര മുഴുവൻ കാത്തിരുന്നത്? എല്ലാവരും മമ്മൂട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു എന്ന് പറയുന്നതാണ് സത്യം. അദ്ദേഹത്തിന് വയ്യായെന്ന് അറിഞ്ഞ നിമിഷങ്ങളിൽ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾ അദ്ദേഹത്തിന് വേണ്ടി ഉയർന്നിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് നന്നായി അറിയാം. കേരളക്കാരയ്ക്ക് അത്ര പെട്ടെന്നൊന്നും മമ്മൂക്കയെ അങ്ങനെ കളയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വേണ്ടി ഓരോ വീടുകളിലും പ്രാർത്ഥനാമണികൾ ഉയർന്നിരുന്നു. അത് മനസ്സിലാക്കിയതുപോലെ രോഗമില്ല എന്നും സ്കാനിങ്ങിൽ കുഴപ്പങ്ങളൊന്നുമില്ലെന്നും അറിഞ്ഞപ്പോൾ തന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒരു പോസ്റ്റും മമ്മൂക്ക പങ്കുവച്ചു. മമ്മൂക്കയുടെ അടുത്ത വൃത്തങ്ങളാണ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടത്. എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ മോശം അവസ്ഥയിൽ എന്റെ കൂടെ നിന്ന എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും കൈകൂപ്പി ഞാൻ നന്ദി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നിറ കണ്ണുകളോടെയുള്ള മമ്മൂട്ടിയുടെ ഒരു പഴയ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത്. നിമിഷ നേരം കൊണ്ട് തന്നെ പലരും അത് ഷെയർ ചെയ്തു, പലരും അത് റീപോസ്റ്റ് ചെയ്തു. അങ്ങനെ മമ്മൂട്ടി എന്ത് സംഭവിച്ചു എന്ന് എല്ലാവരും അറിഞ്ഞു. മമ്മൂക്ക തിരിച്ചു വന്നിരിക്കുന്നു. അതെ, ദ കിങ് ഈസ് ബാക്ക്.